എല്ലാവർക്കും കണ്ണൂർ ഗ്രാമ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ബേക്കറിയിലെ അതേപോലത്തെ മുട്ട പഫ്സാണ് കാണിക്കുന്നത്. അത് ഞാൻ രണ്ട് രീതിയിൽ ഉണ്ടാക്കുന്നത് ഉണ്ട്. ഒന്ന് ഓവനിലും പിന്നെ വേറെ സ്റ്റൗവിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ആദ്യം പഫ്സിന് വേണ്ടുന്ന മൈദ കുഴച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് മൈദ എടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇത് ചപ്പാത്തിക്കെല്ലാം കുഴച്ചെടുക്കുന്ന പോലെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഇത് കുഴച്ചെടുക്കാം. ഉപ്പും വെള്ളവും മാത്രം ചേർത്തിട്ടാണ് ഞാനിത് കുഴച്ചെടുക്കുന്നത്. മൈദ കുഴച്ചായിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് വലുപ്പത്തിൽ ബോളാക്കിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാം ഒരേ വലുപ്പത്തിലെടുത്തിട്ട് ഇതുപോലെ ഒരു ഭാഗം മുക്കിയിട്ട് മറ്റേ ഭാഗം ഇങ്ങനെ തിരിച്ച് വെക്കുക. ക്ലീൻ ഫിലിം കൊണ്ട് കവർ ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് കണക്കായ ഒരു പാത്രം എടുത്താൽ മതി. ഞാനിതൊരു വലിയ പാത്രമാണ് ഇതെടുത്തത്. നിങ്ങൾക്ക് ക്ലീൻ ഫിലിം ഇല്ലെങ്കിൽ എന്ത് മൂടി എടുത്തിട്ടും അടച്ചു വെക്കുക. തുണിയായാലും മതി. എന്തിനെ കൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഇത് അടച്ചു വെക്കാം. ഒരു അരമണിക്കൂർ ഇതുപോലെ ക്ലീൻ ഫിലിം ഇട്ടിട്ട് അടച്ചു വെക്കാം. അപ്പോഴേക്കും നമുക്ക് മസാല റെഡിയാക്കാം. സ്റ്റൗ ഓണാക്കി പാത്രം ചൂടായതിന് ശേഷം ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണ് ഓയിലാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഓയിൽ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 3 വലിയ ഉള്ളി റഫായി മുറിച്ചെടുത്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഉള്ളി ഒന്നും ഉടഞ്ഞ് കിട്ടിയാൽ മതി. ഇതിലേക്ക് നമുക്ക് മസാലകൾ ചേർക്കാം. 1 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, 2 പച്ചമുളക് ചെറുതായി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂണ് ഇഞ്ചി ചതച്ചത്, 1 ടീസ്പൂണ് കുരുമുളക് പൊടി, 1/4 ടീസ്പൂണ് ഗരം മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടില്ല. നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാം. നല്ല കൂടി നല്ലപോലെ മിക്സ് ചെയ്യാം. ബേക്കറി പഫ്സിൻ്റെ മസാലയാണ് ഞാൻ റെഡിയാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ മല്ലിപ്പൊടിയൊക്കെ ചേർത്തിട്ടുള്ളത്. ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ചെറിയ തീയിൽ വേവിക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തുറന്ന് നോക്കാം. നല്ലപോലെ മിക്സ് ചെയ്യാം. അതുപോലെ ഉള്ളിയൊക്കെ ഉടഞ്ഞ് വന്നിട്ടുണ്ട്. മസാലയൊക്കെ പിടിച്ച് മസാലൻ്റെ സ്മെല്ലൊക്കെ വന്ന് ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണ് ചെറുനാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് പുളി ഇഷ്ടമാണെങ്കിൽ ചേർത്താൽ മതി, അല്ലെങ്കിൽ നിർബന്ധമില്ല. ഇത് നല്ലപോലെ മിക്സ് ചെയ്യാം. കുരുമുളക് ഉപ്പെല്ലാം അവർക്ക് വേണ്ടുന്ന അതനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഓഫ് ചെയ്യാം. നമുക്കിനി പഫ്സിന് വേണ്ടുന്ന ഷീറ്റ് പരത്തിയെടുക്കാം. ഇത് പരത്തിയെടുക്കാം. നല്ല മേലിവിട്ടങ്ങ് ഒന്ന് ഒഴുക്ക മട്ടിലൊന്നാക്കി കൊടുത്താൽ മതി. നല്ല കീറാണ്ട് കിട്ടും. എത്ര നമുക്ക് വീതിയിൽ പരത്താൻ പറ്റുമോ അത്രയും വീതിയിൽ പരത്തിയെടുക്കുക. അല്ലേ നീളമുള്ളാത്തുന്നു. ഒരു പ്രാവശ്യം മടക്കിയേ.
ഇപ്പോൾ 2 ആയി അല്ലേ? നീളത്തിലേക്കോട്ട് കുഴപ്പമില്ല. ഇത് 3ാമത്തെ. 4ാമത്തെ നമുക്ക് കോയിലെടുത്തിട്ട് വരാം. ആദ്യം അങ്ങോട്ടേക്ക് ഒരു സ്ക്വയറിൽ കിട്ടണമല്ലോ നമുക്ക്. ഇനി വെച്ചിട്ട് സ്ക്വയറിലാക്കാം. മതി. അത് നമ്മളിങ്ങനെ എടുക്കുമ്പോൾ അത് ചെറുതായി വരും. പഫ്സിൻ്റെ ഷീറ്റ് വരട്ടി ആയിട്ടുണ്ട്. ഇതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം. മുട്ട പുഴുങ്ങിയിട്ട് 2ആയി മുറിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ പകുതി മുട്ടയാണ് വെച്ചെടുക്കുന്നത്. മേലെയും കൂടി കുറച്ച് മസാല ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുക. ഞാൻ 2 വിധത്തിൽ മുട്ട പഫ്സ് ബേക്ക് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. ഇതൊന്ന് ഞാൻ ഗ്യാസ് സ്റ്റൗവിലും ഒന്ന് ഓവനിലുമാണ്. ഗ്യാസ് സ്റ്റൗവിൽ ഉണക്കാൻ വേണ്ടി ഞാനൊരു സ്റ്റീൽ പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്ത് ഇതിലേക്ക് 3 പഫ്സ് വെക്കുന്നുണ്ട്. ഒരു മുട്ട വെക്കാം. പഫ്സിൻ്റെ മേലിലേക്കൊന്ന് നല്ല പറ്റി കൊടുക്കുക. ഓവനിലേക്കുള്ള ട്രേ ആണ്. അതിലേക്ക് കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്ത് വെക്കുക. ഓയിൽ പറ്റി കൊടുക്കുന്നുണ്ട്. ഇതിലും മുട്ട പറ്റി കൊടുക്കുന്നുണ്ട്. അഞ്ച് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് അടച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂർ ബേക്ക് ചെയ്തെടുക്കാം. 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വെക്കാം. 200 ഡിഗ്രി ടെമ്പറേച്ചറിൽ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് 25 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. പഫ്സ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് പുറത്ത് എടുക്കാം. നല്ല ഗോൾഡൻ കളർ, നല്ല ബേക്കറി സ്റ്റൈൽ തന്നെ പഫ്സ് ആയിട്ടുണ്ട്. ഇത് തണിഞ്ഞിട്ടാകുമ്പോൾ പൊട്ടിച്ച് കാണിച്ചു തരാം. പിന്നെ നമുക്ക് മറ്റേത് കുറച്ചും കൂടി സമയം എടുക്കും. സ്റ്റൗവിൽ വെച്ചത് അത് നോക്കാം. സ്റ്റൗവിൽ വെച്ച പഫ്സ് നോക്കാം. ആയിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്യുന്നുണ്ട്. ഏകദേശം 1 മണിക്കൂർ എടുത്ത് ഈ പഫ്സ് ആകാൻ വേണ്ടി. അടിപൊളി ബേക്കറി സ്റ്റൈൽ പഫ്സ് തന്നെ ആയിട്ടുണ്ട്. ഇത് തന്നതിന് ശേഷം പൊട്ടിച്ച് കാണിച്ചു തരാം. കണ്ട, ബേക്കറി സ്റ്റൈലിൽ അതേ പഫ്സാണ്. മസാല അതേപോലെ ഉണ്ടാക്കിയത്, അതേ ടേസ്റ്റാണ്. ഇങ്ങനെ പൊളിഞ്ഞ് വരുന്നുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.